അപ്പോൾ എക്കോ കണ്ടു. കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ മേക്കേഴ്സിൻ്റെ സിനിമയാണെന്നുള്ള ഒറ്റ കാരണമായിരുന്നു എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ സെയിം ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് എക്കോയിലും വരുന്നത്. ഇതിലെയും ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഡയലോഗ്സിൽ കൂടെയാണ്. ഓരോ ഡയലോഗ്സിലും ഓരോ ക്ലൂസ് ഇങ്ങനെ ഇട്ട് തന്ന് പൊക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതെല്ലാം അവസാനം വെച്ചൊരു കത്തിക്കലുണ്ട്. മാരകമായിരുന്നു. ക്യാരക്ടേഴ്സിലേക്ക് വരുവാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ല. എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഈവൻ പട്ടികൾക്ക് വരെ ഈ സിനിമയിൽ വ്യക്തമായിട്ടുള്ള റോളുണ്ട്. ഇനി DOP ആൻഡ് സിനിമാറ്റോഗ്രഫി എക്സലൻ്റ് ആയിരുന്നു. കാരണം ആ സ്ഥലവും ആ ലോൺലിനെസ് ഒക്കെ എടുത്തു വെച്ചേക്കുന്നത് പക്കയായിട്ടായിരുന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ആ ഒരു സ്ഥലത്ത് ട്രാപ്പിലായ ഒരു ഫീലാണ്. അതുപോലെ തന്നെ അതിന് സിങ്കായിട്ടുള്ള മ്യൂസിക്കും ഹെവി ആയിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സന്ദീപ് ഈസ് ഗോണ സ്റ്റേ ഫോർ സം മോർ. കാരണം പുള്ളിക്കാരൻ്റെ ചില സമയത്തുള്ള എക്സ്പ്രഷനും ചിരിയൊക്കെ ടോപ്പായിരുന്നു. അതുപോലെ തന്നെ വിനീത്, പുള്ളിയിലുള്ള ആക്ടറിന് ഇപ്പോഴും ഒരു കുഴപ്പവും തട്ടിയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവ് പുള്ളി ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്ലാത്തിച്ചേട്ടത്തി, കുര്യച്ചൻ, അശോകൻ, നരയൻ, പിന്നെ പാപ്പച്ചനായിട്ട് അഭിനയിച്ച ആ ചേട്ടൻ, അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഓവറോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സിനിമയായിരുന്നു എക്കോ. പിന്നെ ഇതിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എൻഡിങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെക്കൗട്ട് ചെയ്യാം.